വിഷ്ണു ഭഗവാൻ എന്തുകൊണ്ടാണ് ഗണേശ ഭഗവാനെ തന്റെ വിവാഹത്തിന് ക്ഷണിക്കാതിരുന്നത്? ഭഗവാൻ വിഷ്ണു ലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ ഭഗവാൻ എല്ലാ ദേവീദേവന്മാരെയും ക്ഷണിച്ചു. പക്ഷേ അദ്ദേഹം ഗണേശ ഭഗവാനെ ക്ഷണിച്ചില്ല. വിഷ്ണു ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ഗരുഡദേവൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഭഗവാൻ എല്ലാവരെയും നിങ്ങളുടെ വിവാഹത്തിന് ക്ഷണിച്ചു, പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അനന്തരവനായ ശ്രീ ഗണേശനെ വിളിക്കാത്തത്? അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഗണേശൻ ഒരുപാട് ആഹാരം കഴിക്കുന്നുണ്ട്. ഞാൻ അവനെ വിളിച്ചാൽ മറ്റാർക്കും ആഹാരം അവശേഷിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഗണേശനെ വിളിക്കാതിരുന്നത്. പക്ഷേ വിവാഹ ദിവസം ഗണേശ ഭഗവാന് ദേഷ്യം വന്നു. വിഷ്ണു ഭഗവാനെ ഒരു പാഠം പഠിപ്പിക്കാൻ മൂഷകനെ വിളിച്ചു. വിഷ്ണു ഭഗവാൻ വിവാഹത്തിന് പോകുന്ന വഴിയിൽ വലിയ കുഴികൾ കുഴിക്കാൻ ആവശ്യപ്പെട്ടു. വിവാഹ ഘോഷയാത്ര ആ വഴികളിലൂടെ കടന്നുപോകാൻ തുടങ്ങിയപ്പോൾ ആ സമയത്ത് അവരുടെ രഥങ്ങൾ കുഴിയിൽ കുടുങ്ങി. എല്ലാ ദേവന്മാരും ചേർന്ന് അവരുടെ രഥങ്ങൾ പുറത്തെടുക്കാൻ കഠിനമായി ശ്രമിച്ചു. പക്ഷേ അവരുടെ രഥത്തിനെ പുറത്തെടുക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് വിഷ്ണു ഭഗവാന് മനസ്സിലായത്, വിഘ്നഹർത്ത ശ്രീ ഗണേശനെ വിളിക്കാതെ എല്ലാവരെയും വിളിച്ചതിന്റെ പ്രയോജനം എന്താണ്. തുടർന്ന് അദ്ദേഹം എല്ലാ ദേവന്മാരോടൊപ്പം ഗണേശ ഭഗവാനെ ക്ഷണിച്ചു. ഗണേശ ഭഗവാനെ ആരാധിക്കാതെ ഒരു ശുഭകാര്യവും പൂർത്തിയാകില്ലെന്ന് പ്രഖ്യാപിച്ചു. ജയ് ശ്രീ ഗണേശ്.